ഇന്ന് രാവിലെ എത്തിയതാ. കർമ്മങ്ങൾ കഴിഞ്ഞ ഉടനെ തിരിച്ചു പോകും. யார் நீங்கள்லாம் தெரியலையே. ഞങ്ങള് ഹരിയുടെ ഫ്രണ്ട്സാ. ചെന്നൈന്ന് വന്നതാ. சூர்யா இவா இவெல்லாம் ஹரியோட ஃப்ரெண்ட்ஸா. உள்ள அழைச்சிட்டு போ. ഉള്ള വാങ്ങൂ. ഡേസി, संवत्सरे जन्म नक्षत्रे जन्मराजो जातस्य नाम नक्षत्रे नामराजो जातस्य उपग्रहवजाते नीचग्रहवजाते अस्य यजमानस्य सर्वाभीष्टसिद्ध्यर्थम् आभयोगहरणारणशरणः अस्य यजमानं तर्पयामि. यजमानस्य पितॄन् तर्पयामि, पितामहान् तर्पयामि, मातॄन् तर्पयामि, पितामही तर्पयामि, प्रपितामही तर्पयामि. पूर्णल वलं वच्चुंगो. ज्ञातविदेन तर्पयामि. ज्ञाताज्ञातविदेन येषां न माता न पिता न भ्राता न बन्धः ते तर्पे यतो मयोश्चै कुजोदकैः तृप्यत तृप्यत तृप्यता. आवाहिताभ्य सर्वाभ्यो देवदैतास्तानं प्रतिष्ठापयामि. शोभनार्थे ऋग्वेदं तर्पयामि, यजुर्वेदं तर्पयामि, सामवेदं तर्पयामि, अथर्वणं दिगासुराणं तर्पयामि. ആവാഹിതാഭ്യ സർവാഭ്യോ ദേവതാഭ്യോ യഥാസ്ഥാനം പ്രതിഷ്ഠാപയാമി. ശോഭനാർത്തെ ഹരിയുടെ ബോഡി കൊഞ്ചം പാക്കണം. ഹരിയോட ബോഡിയാ? என்ன உளறே? என்ன இங்க വേദമന്ത്രം சொல்லும் போது என்ன பேசிட்டு இருக்கேன்? ഒന്നുമില്ല സ്വാമി, ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരാണ്. ഹരിയുടെ ബോഡി ഒന്ന് കാണാൻ. ലക്ഷ്മി, என்ன ഇത്? പുള്ളിയോட ബോഡിയെ പാക്കണോങ്കറ? ഈ ഹരിനാരായണനെ കുറിച്ചാണോ ചോദിക്കുന്നത്? അതെ. അയാളോட വർഷാപ്തിയാ ഇവിടെ നടക്കുന്നത്. അപ്പടിന്നാ മറിച്ച് ഒരു വർഷം കഴിഞ്ഞ് നടക്കറ കർമ്മം. ഇല്ല, ഇതിലെന്തോ ചതിയുണ്ട്. നിങ്ങൾ കള്ളം പറയാണ്. 2 ദിവസം മുന്നേ ഹരിയായിട്ട് സംസാരിച്ചതാ. ആ ഹരി 1 വർഷം മുന്നേ മരിച്ചു പോയെന്നോ? ഇല്ല, എനിക്ക് ഹരിനെ ഒന്ന് കാണണം. എനിക്ക് ഹരിനെ ഒന്ന് കാണണം പ്ലീസ്. കുട്ടി, നിന്റെ പ്രശ്ന എന്താന്ന് എനിക്ക് തെരിയില്ല. പക്ഷെ ഈ ഹരിനാരായണൻ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. നിങ്ങൾ കള്ളം പറയാണ്. നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നിട്ട് വിട്ടിയാക്ക. ഞാൻ ഹരിനെ കാണുന്നത് പോവില്ല. ഉമേഷ്മാരെ പ്ലീസ്, എനിക്ക് ഹരിനെ ഒന്ന് കണ്ടാ മതി എന്ന് പറ. ഇങ്ക പവിത്രമായൊരു കർമ്മം നടക്കുന്നു. മരിച്ചുപോയ ആത്മാവിന് വേണ്ടി കളങ്കപ്പെടുത്തരുത്. இந்த குழந்தைய வெளியில கூட்டு போங்க. ഹരിനത് കണ്ടാ മതി, വേറൊന്നും വേണ്ട. ഞാൻ വരിക്കൊരു നാളെ സ്നേഹത്തിലായിരുന്നു. ഒന്ന് കാണണം ഹരിനെ പ്ലീസ്. അമ്മായിക്കൊന്ന് കണ്ടാ മതി. രണ്ടു വർഷം മുമ്പ് മാക്സ് ഇൻഫോടെക്കിലെ ജോലി വിട്ടതും സുഹൃത്തിനോടൊപ്പം സ്വന്തം ബിസിനസ് തുടങ്ങിയതും വരെ ഹരിയെപ്പറ്റി നമ്മൾ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ ബിസിനസ് പൊളിഞ്ഞത് ഹരിയുടെ പരിചയക്കുറവുകൊണ്ടല്ല, മുഴുവൻ പണവും തട്ടിയെടുത്ത് അവൻ അവൻ്റെ ഉറ്റ സുഹൃത്ത് ചതിച്ചുകൊണ്ടാണ്.
വിഷമം താങ്ങാൻ പറ്റാതെ 1 വർഷം മുമ്പ് ഹരി ആത്മഹത്യ ചെയ്തു. ഹരിനാരായണന്റെ പേരിൽ നിന്നോട് സംസാരിച്ച ആള് എപ്പോഴെങ്കിലും വഴിവിട്ട രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും പണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ അയാൾ ഇവളോട് എന്തിന്? എന്നോട് ഇങ്ങോട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോ 3-4 തവണ പൈസ അയച്ചു കൊടുക്കാൻ സമ്മതിച്ചിരുന്നു. എന്നിട്ട് നീ എത്ര അയച്ചു കൊടുത്തു? ഒരു 2 ലക്ഷം രൂപയോളം. ആരുടെ അക്കൗണ്ടിലേക്കാണ് നീ പൈസ അയച്ചത്? ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ട് ആണെന്നാ പറഞ്ഞത്. പേര്? ജോൺ ഭാസ്കർ. ഹരിനാരായണന്റെ മുഖവും പേരും പേഴ്സണൽ ഡീറ്റെയിൽസും ഒക്കെ ഉപയോഗിച്ച് ഇത്രയും നാള് നിന്നോട് സംസാരിച്ചത് അവനെക്കുറിച്ചെല്ലാം അറിയുന്ന ഉറ്റ സുഹൃത്തെന്ന് അവൻ വിശ്വസിച്ചിരുന്ന ആ ചതിയനാണ് ജോൺ മാത്യു ഭാസ്കർ. പക്ഷെ 2 ദിവസം മുന്നേ ഹരിയെ കണ്ടു എന്നല്ലേ ആ രജിസ്റ്റർ ഓഫീസിലെ പ്യൂൺ പറഞ്ഞ്? ജാനകിരാമന്റെ മകനെ കണ്ടു എന്നാണ് പറഞ്ഞത്. ജാനകിരാമന് 2 മക്കളുണ്ട്. ഹരിനാരായണനും ഈ നിൽക്കുന്ന ഹരിയുടെ അനിയൻ സൂര്യനാരായണനും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് പോയത് ഞാനാണ്. കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത് എന്റെയാണ്. അപ്പൊ ഞാൻ കണ്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ ഹരി ജീവിച്ചിരുന്ന കാലത്ത് ജോൺ ഭാസ്കർ എടുത്തിട്ടുള്ളതായിരിക്കണം. അല്ലാതെ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഒരു വീഡിയോ ചാറ്റിലെങ്കിലും അവൻ വന്നിട്ടുണ്ടോ? വരില്ല. നീ നിർബന്ധിച്ചതുകൊണ്ടല്ല ജോൺ ഭാസ്കർ കാശ് വാങ്ങിയത്. നിന്നെ കൊണ്ട് എങ്ങനെ നിർബന്ധിപ്പിക്കണം എന്നവനറിയാം. മാന്യമായ പെരുമാറ്റത്തിലൂടെയും സ്നേഹം നിറഞ്ഞ വാക്കുകളിലൂടെയൊക്കെ അവൻ നിന്നെ ചതിക്കുകയായിരുന്നു. എന്റെ മോൻ ജീവിച്ചിരിക്കുമ്പോ അവനെ അയാൾ ഒരുപാട് പറ്റിച്ചു. ഇപ്പൊ അവന്റെ മരണശേഷവും അവന്റെ പേരില് നിന്നെ ചതിച്ചവന് നിന്റെ മനസ്സിൽ എന്റെ മോന്റെ മുഖാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ മോൻ പാവായിരുന്നു. മനസ്സുകൊണ്ട് പോലും നീ അവനെ ശപിക്കരുത്. എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ കാരണം നിങ്ങൾക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഹരിയെ കാണുന്നത് പോവില്ല ഉമേഷ്. എനിക്ക് ഹരിയെ കാണണം. ഒന്ന് കാണണം ഹരിയെ. പ്ലീസ് അമ്മ. നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ലല്ലോ നമ്മുടെ ജീവിതം. കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത് എന്റെയാണ്. എപ്പോഴെങ്കിലും പണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആരുടെ അക്കൗണ്ടിലേക്കാണ് നീ പൈസ അയച്ചത്? ജോൺ ഭാസ്കർ. ജോൺ മാത്യു ഭാസ്കർ. തേടി കണ്ടുപിടിക്കുന്ന ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ് ഞാൻ. അല്ല, കഴിക്കുന്നില്ലേ? അയ്യോ ഉമേഷ്, നിങ്ങൾ പോലീസിൽ അറിയിക്കരുത്. എനിക്കൊരു 24 മണിക്കൂർ സമയം താ. അവളെ പോലീസിൽ ഏൽപ്പിച്ചോണ്ടോ നാട്ടിൽ അറിയിച്ചോണ്ടോ ഒരു കാര്യമില്ല. നിങ്ങൾ അകത്തു പോകും. ഹരിയെ തപ്പി അവളുടെ കൂടെ പോവാം. ജോൺ മാത്യു ഭാസ്കർ. വണ്ടി എടുത്താൻ. താനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്താടാ? പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്ന് പറഞ്ഞ താൻ ഞങ്ങളെ തേടി വന്നു. ഡെയ്സിയെ പോലീസ് ഏൽപ്പിക്കാന്ന് പറഞ്ഞപ്പോ താൻ എതിർത്തു. തന്റെ നിർബന്ധം കൊണ്ടാണ് ഹരിനാരായണനെ കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളും ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ ഹരിയെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങളും താൻ അറിഞ്ഞിരുന്നു. സൂര്യനാരായണനും ഡെയ്സിയും ജോൺ ഭാസ്കർ എന്ന പേര് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു മിഡിൽ നെയിമോട് കൂടി ജോൺ മാത്യു ഭാസ്കർ എന്ന പേര് താൻ പറഞ്ഞു.
ഇവൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഒന്നുമല്ല. താൻ ആരാണ്? ഇത്രയും ദിവസം ഞങ്ങളൊക്കെ പൊട്ടം കളിപ്പിച്ച് എന്തിനാണ്? പറഞ്ഞോ. ഉമേഷ് പറഞ്ഞത് ശരിയാണ്. ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് അല്ല. ലോക്കൽ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകൾ ഹാൻഡിൽ ചെയ്യാൻ തമിഴ്നാട് സർക്കാരിന് ഒരു ഡെഡിക്കേറ്റഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, CBCID. ആ ഡിപ്പാർട്ട്മെന്റിലെ എക്കണോമിക് ഒഫൻസസ് വിങ്ങിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. നമ്മുടെ നാട്ടിൽ ഇന്ന് സ്ത്രീകളെ ടാർഗറ്റ് ചെയ്ത് ഒരുപാട് സാമ്പത്തിക ചൂഷണങ്ങൾ ഇന്റർനെറ്റിലൂടെ നടക്കുന്നുണ്ട്. ചെന്നൈയിൽ ആത്മഹത്യ ചെയ്ത കാഞ്ചീപുരത്ത് നിന്നുള്ള ഒരു പെൺകുട്ടിയുടെ കേസ് ഫയൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ സുപ്പീരിയർ ഓഫീസർ എന്നെ ഏൽപ്പിച്ചു. ഇന്റർനെറ്റിലൂടെ പ്രേമിച്ച് വഞ്ചിക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് 6 ലക്ഷം രൂപയോളം ആരോ തട്ടിയെടുത്തിരുന്നു, മരിച്ചുപോയ ഹരിനാരായണന്റെ പേരിൽ. സൈബർ ക്രൈം സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ പല പെൺകുട്ടികളും ഇയാളുടെ ഇരയായി മാറിയത് ഞങ്ങൾ മനസ്സിലാക്കി. ഫേക്ക് നെയിം, ഫേക്ക് ഇൻഫർമേഷൻ, ഫേക്ക് ബാങ്ക് അക്കൗണ്ട്സ്, പ്രോക്സി സെർവേഴ്സ്, ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയത്. ഇയാൾ ടാർഗറ്റ് ചെയ്ത പെൺകുട്ടികളിൽ ഒരാൾ മാത്രമായിരുന്നു ഡെയ്സി. ഹരിനാരായണനെ കാണാൻ ചെന്നൈയിലെത്തിയ ഡെയ്സിയെ ഞാൻ ഫോളോ ചെയ്തു തുടങ്ങി. അതിനിടയിലായിരുന്നു നിങ്ങളുമായിട്ടുള്ള എൻകൗണ്ടർ. ഡെയ്സിയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഫാക്സിന്റെ വെളിച്ചത്തിൽ നിങ്ങളെക്കുറിച്ച് വന്ന പത്രവാർത്ത ഒട്ടും ക്രെഡിബിൾ അല്ല എന്നെനിക്ക് തോന്നിയിരുന്നു. എങ്കിലും എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇതിലൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നറിയാൻ തന്നെയാണ് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായി വേഷം കെട്ടി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത്. നിങ്ങൾക്ക് ഡെയ്സിയെ കണ്ടെത്തണമായിരുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ നിന്നു, ഡെയ്സിയിലൂടെ ജോൺ മാത്യു ഭാസ്കറിലേക്ക് എത്താൻ. ജോൺ ഭാസ്കർ നിനക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യേണ്ടിരുന്നത്? ഹരിനാരായണനുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന 7ഓളം പേരെ ഞങ്ങൾ സംശയിച്ചിരുന്നു. അതിലൊരു പേര് മാത്രമായിരുന്നു ജോൺ മാത്യു ഭാസ്കർ. സ്വന്തം പേരിലുള്ള അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ അയാൾ ഡെയ്സിയോട് ആവശ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് അയാളെ കുറിച്ച് അറിയാൻ കഴിയില്ലായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞ കേസിനും വഴക്കിനും ഒന്നും പോകാൻ വയ്യ എന്നുള്ള ഹരിയുടെ കുടുംബത്തിന്റെ ആറ്റിറ്റ്യൂഡ് കാരണമാണ് ജോൺ ഭാസ്കർ എന്ന ക്രിമിനൽ ഇത്രയും കാലം മുങ്ങി നടന്നത്. പലതും നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു, ഹരിനാരായണന്റെ മരണമടക്കം. ഇവളോടെങ്കിലും നിങ്ങൾക്കത് പറയായിരുന്നില്ലേ? പറഞ്ഞിരുന്നെങ്കിൽ അവൾ അത് ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ജോൺ ഭാസ്കറിനോടായിരിക്കും. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെക്കുറിച്ച് ലോകത്ത് ആരെന്ത് പറഞ്ഞാലും ഒരു പെണ്ണും വിശ്വസിക്കില്ല. പണ്ടൊക്കെ ബന്ധങ്ങൾ വളർന്നിരുന്നത് സമൂഹത്തിലെ ജനങ്ങൾ തമ്മിലുള്ള ഇടപെടലുകളിലൂടെയായിരുന്നു. ഇന്ന് 4 ചുവരിനകത്ത് നമ്മൾ ഓരോരുത്തരും ഒറ്റപ്പെടുമ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ ഇന്റർനെറ്റിലൂടെ നമ്മുടെ സുഹൃത്തുക്കളാവുന്നു. വീട്ടുകാരോടും കൂട്ടുകാരോടും പറയാത്ത രഹസ്യങ്ങൾ നമ്മൾ അവരോട് പറയുന്നു. പല ബന്ധങ്ങളും കടിഞ്ഞാണില്ലാതെ വളരുന്നു. നമ്മുടെ ലൈഫിന്റെ ടോട്ടൽ കൺട്രോൾ ഒരു കംപ്ലീറ്റ് സ്ട്രേഞ്ചറിന്റെ കയ്യിലേക്ക് നമ്മൾ എറിഞ്ഞു കൊടുക്കുന്നു. ഇത് ഡെയ്സിയുടെ മാത്രം കഥയല്ല. അമ്മ, പോട്ടെ. ഡെയ്സി, എനിക്ക് ഡെയ്സിയുടെ ഒരു പരാതി വേണം ജോൺ ഭാസ്കറിനെതിരെ. എന്തിന്? ഞാൻ എന്തിനു പരാതിപ്പെടണം? ഞാൻ ചതിക്കപ്പെട്ടത് അയാളുടെ മിടുക്കൊണ്ടൊന്നുമല്ല, എന്റെ മണ്ടത്തരം കൊണ്ടാ. പറ്റിക്കപ്പെടാൻ ഞാൻ നിന്നോടത്തോണ്ട് അയാൾ എന്നെ പറ്റിച്ചത്. ഇതൊന്നും എനിക്കിപ്പോ ആലോചിക്കണ്ട. എനിക്കെന്റെ വീട്ടിലെത്തണം. തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്ത് എന്റെ അച്ഛനും അമ്മ എന്നെ കാത്തിരിക്കുക. അത് മതി എനിക്ക്.
പരാതി കൊടുക്കാൻ ഞാൻ അവളെ കൊണ്ട് സമ്മതിപ്പിക്കാം. സമ്മതിപ്പിക്കണം. കൂടുതൽ പരാതികൾ കിട്ടിയാൽ കേസ് കൂടുതൽ സ്ട്രോങ് ആവും. എത്ര പെൺകുട്ടികളെ ചതിച്ചുണ്ടാവും. ഇവനൊക്കെ കൈ കിട്ടിയ പൊട്ടിക്കായിരുന്നു. പോട്ടെ, കാണാം. കാണാം. ഷാജി, ഇത് ഇൻവെസ്റ്റിഗേഷന്റെ പേരിൽ നിങ്ങളുടെ ഇന്ന് വാങ്ങിച്ച കാശ. ആദ്യമായിട്ടാ കൊടുത്ത കാശൊക്കെ തിരിച്ചു കിട്ടുന്നത്. നിങ്ങൾ മരണമാസല്ല, കൊല്ലമാസം. പോട്ടെ. ഈ ജാക്ക് ട്രാക്കർ എന്നുള്ള നിങ്ങളുടെ കള്ളപ്പേരല്ലേ? നിങ്ങളുടെ ശരിക്കുള്ള പേരെന്താണ്? നിവിൻ. നിവിൻ. ആ, ഞാനകത്തെത്തി. എവിടെ ഇരിക്കുന്നേ? ദാ ഇവിടെ കോർണർ ടേബിൾ. ഉമേഷ്. ആ, യാത്ര നല്ല ബുദ്ധിമുട്ടായിരുന്നല്ലേ? ഏയ് കുഴപ്പമുണ്ടായില്ല. എന്തുറ്റി അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ജോൺ ഭാസ്കറിനെ കുറിച്ച് സംസാരിക്കാൻ. പല വിധത്തിലും അവനെ ലൊക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു. ഒന്നും വർക്കായില്ല. ഇപ്പൊ മീര പ്രതാപ് എന്ന പേരിലുള്ള ഒരു പെൺകുട്ടിയെ ട്രാപ്പിലാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അവൻ. ഒരു വലിയ പണച്ചാക്കിന്റെ മോള. ഇന്ന് വരെ ചീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ മുന്നിലും അവൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാ വലിയ കള്ളന്മാരും ഇച്ചിരി ഓവർ കോൺഫിഡന്റ് ആവുമല്ലോ. ആ ഓവർ കോൺഫിഡൻസും കാശിനോടുള്ള ആർത്തിയും അവനെ ആ പെൺകുട്ടിയുടെ മുന്നിൽ കൊണ്ടെത്തിക്കും. എന്നാൽ അവൻ അറിയാത്തൊരു കാര്യമുണ്ട്. മീര പ്രതാപ് എന്ന പേരിൽ അവനെ കാത്തിരിക്കുന്നത് ഒരു പെണ്ണല്ല. അവൻ ഉപയോഗിച്ചതുപോലെ മറ്റൊരാളുടെ പേരും ഐഡന്റിറ്റിയും ഞങ്ങളും ഉപയോഗിച്ചു. അവൻ അറസ്റ്റ് ചെയ്യാൻ പോവാണോ? അതെ. എപ്പോ? ഇന്ന്, ഇപ്പോ, ഇവിടെ വെച്ച്. നമ്മളെല്ലാവരും അന്വേഷിച്ച് നടന്ന ജോൺ ഭാസ്കർ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അഞ്ച് മിനിറ്റിനുള്ളിൽ ഇവിടെ പോലീസ് എത്തും. നിനക്ക് രണ്ടെണ്ണം പൊട്ടിക്കണം എന്ന് പറഞ്ഞാലേ. Excuse me. Yes. John Bhaskar. Yeah.